സഹീഹ് തർജീമ തർഹീബിലെ കിതാബ് സദഖാത്തിൽ സക്കാത്ത് നൽകാതിരിക്കുന്നതിൻ്റെ ഗൗരവമെല്ലാം ഉറപ്പിക്കുന്ന ഹദീസുകളിൽ അടുത്തത് ورواه ابن ماجه والبزار والبيهقي من حديث ابن عمر ولفظ البيهقي أن رسول الله صلى الله عليه وسلم قال ابن عمر رضي الله عنه ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിരിങ്ങളെ വിളിക്കുകയാണ്. മുഹാജിരിങ്ങളെ എന്ന് വിളിച്ചിട്ട്, മുഹാജിറുകളുടെ കൂട്ടമേ, സമൂഹമേ, ഖിസാലുൻ ഖംസുൻ ഇനുബ്തുലീതും ബിഹിൻ, 5 കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, വനസൽന ബിക്കും, അല്ലെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ചാൽ, അത് നിങ്ങൾ സംഭവിച്ചാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ, അത് നിങ്ങളെ ബാധിക്കുന്നതിനെ തൊട്ട്, നിങ്ങളത് 5 കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ, ഒരു സമൂഹത്തിൽ ഫാഹിഷത്ത് വ്യാപകമാവുകയാണ്, അത് പ്രകടമായി ചെയ്യുന്നത് വരെ. ഫാഹിഷത്ത് എന്നുള്ളത് പൊതുവെ അല്ലെങ്കിൽ ഭൂരിഭാഗവും വ്യഭിചാരം പോലെയുള്ള പാപങ്ങൾക്കാണ്, തിന്മകൾക്കാണ് പറയാനുള്ളത്. ഖുർആനിൽ ഒരു സന്ദർഭം ഒഴിച്ച് ബാക്കി എല്ലാ സന്ദർഭത്തിലും ഈ അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ അത് പ്രകടമായി ചെയ്യുകയും ചെയ്താൽ, ഇല്ലാ ഫശാ ഫീഹിം അത്താഊന വൽ ഔജാ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം, അവരിൽ എന്ത് വ്യാപിക്കും? പകർച്ചവ്യാധിയും അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളും, മുൻപുള്ളവർക്ക് കേട്ടുപരിചയം പോലും ഇല്ലാത്ത രോഗങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളുമെല്ലാം അവരിൽ വ്യാപിക്കുന്നതാണ്. അതുപോലെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. വലാ യംഖുസുൽ മിക്യാൽ വൽ മീസാൻ, എന്നിട്ട് പറയാണ്, ആരെങ്കിലും നിങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്രിമം കാണിക്കുക, അഥവാ കച്ചവടം നടത്തുമ്പോഴൊക്കെ അളവും തൂക്കവും ഒക്കെ കുറയ്ക്കുക, ഹക്ക് ശരിക്കും വീട്ടാതെ. ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഅ്നതി വജൗരി സുൽത്താൻ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നത്, അവർക്ക് ദാരിദ്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ വർഷങ്ങൾ അവരിലുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ലഭിക്കാതെ അവരുടെ ഭരണാധികാരിയിൽ നിന്ന് ഉപദ്രവം, അക്രമിയായിട്ടുള്ള ഭരണാധികാരി അവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. വലം യംനഉ സകാത്ത് അംവാലിഹിം, നീ ഒരു കൂട്ടർ അവരുടെ സമ്പത്തിന് സക്കാത്ത് നൽകാതിരിക്കുകയാണെങ്കിലോ, ഇല്ലാ മുനിഉൽ ഖത്റു മിനസ് സമാ, ഇല്ലാ മുനിഉ അൽ ഖത്റു മിനസ് സമാ, അവർക്ക് തടയപ്പെടും, ആകാശത്തു നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വലൗലൽ ബഹായിമു ലം യുംതിറു, എന്നിട്ട് പറയാണ്, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ മഴ വർഷിക്കുക തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത്. അതായത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ സകാത്ത് തടഞ്ഞത് കാരണത്താൽ മഴയെ ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. വലാ നഖളു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി ഇല്ലാ സുല്ലത അലൈഹിം അദുവ്വുൻ മിൻ ഗൈരിഹിം, ഒരു കൂട്ടർ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കരാർ, അല്ലെങ്കിൽ അള്ളാഹു റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുക, അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുക, അങ്ങനെ അള്ളാഹു റസൂലിനെ പിന്നെ ധിക്കരിക്കുക, അങ്ങനെയാണ് മുഴുകുന്നതെങ്കിൽ അവരിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള ശത്രുക്കളാൽ അവർ കീഴടക്കപ്പെടും, അവരുടെ മേലെ അധികാരം സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഫയഖുദ ബഅദ മാ ഫീ ഐദീഹിം, അങ്ങനെ അവരിൽ നിന്നുള്ള വസ്തുക്കളും വകകളൊക്കെ അവർ പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടാവും. വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാ, അവരുടെ ഇമാമുകൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് വിധി കൽപ്പിച്ചിട്ടില്ല എങ്കിൽ, ഇല്ലാ ജുഇല ബഅസുഹും ബൈനഹും, അവരിടയിൽ പലതരത്തിലുള്ള ശത്രുതയും വിദ്വേഷവും പ്രശ്നങ്ങളുമായിട്ട് ആക്കി ആകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർപ്പിക്കുകയാണ്. 5 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. ആ 5 കാര്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറയാൻ. അപ്പോൾ നമ്മുടെ ബാബിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഈ 5 കാര്യങ്ങൾ വന്നിട്ടുള്ളത്, സക്കാത്ത് നൽകാതിരിക്കുകയാണ് ഒരു സമൂഹമെങ്കിൽ അവരിൽ മഴ തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതേ ആശയത്തിലുള്ള മറ്റൊരു റിവായത്തിൽ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസുൻ ബിഖംസിൻ, 5 കാര്യങ്ങൾക്ക് 5 കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് മാ ഖംസുൻ ബിഖംസിൻ, എന്താ റസൂലെ 5 കാര്യങ്ങൾ കൊണ്ട് 5 എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചു.
ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ നഖള ഖൗമുൻ അൽ അഹ്ദ ഒരു സമൂഹം അവർ കരാറുകൾ വീഴ്ച വരുത്തുകയാണ്. അത് അല്ലാഹുവിനോടും റസൂലിനുള്ളതും അല്ലാതെ അവരുടെ ഇടയിലുള്ളതും കരാറുകൾ വീഴ്ച വരുത്തുകയാണ്. ഇല്ലാ സുല്ലത അലൈഹിം അദുവുഹും അവരുടെ മേലെ ശത്രുക്കൾ അധികരിക്കപ്പെടാതെ അവർ ചെയ്യുന്നില്ല. അഥവാ ശത്രുക്കൾക്ക് അവരുടെ മേലെ അധികാരം നൽകും. വമാ ഹക്കമു ബിഗൈരി മാ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയത് കൊണ്ടല്ലാതെ വിധി കൽപ്പിക്കുകയാണെങ്കിൽ ഇല്ലാ ഫശാ ഫീഹിമൽ ഫഖറു അവരുടെ ഇടയിൽ എന്ത് വ്യാപിക്കും? ദാരിദ്ര്യം വ്യാപിക്കും. വലാ ബഹറത് ഫീഹിമിൽ ഫാഹിഷത്ത് മ്ലേച്ഛമായ വിചാരം പോലെ തിന്മകൾ അവരിൽ വ്യാപിച്ചാൽ പ്രകടമായാൽ ഇല്ലാ ഫശാ ഫീഹിമിൽ മൗത്ത് അവരിൽ മരണം വ്യാപിക്കും. അഥവാ ഇതുപോലെ രോഗങ്ങൾ കാരണത്താലും മറ്റു കാരണത്താലും. വലാ മുനിഉ അസ്സകാത്ത് ഇല്ലാ ഹുബിസ വലാ മനഉ അസ്സകാത്ത് ഇല്ലാ ഹുബിസ അൻഹുൽ ഖത്ർ അവർ സക്കാത്ത് നൽകാതെ സക്കാത്ത് തടയുകയാണ് എങ്കിൽ ഇല്ലാ ഹുബിസ അൻഹുൽ ഖത്ർ അവരുടെ മേലെ മഴ തടയപ്പെടും. വലാ തഫഫു അൽ മിക്യാല ഇല്ലാ ഹുബിസ അൻഹുൻ നബാത്ത് അവർ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അവരുടെ ചെടികൾ അവർക്ക് ധാന്യങ്ങളും മറ്റും ലഭിക്കുന്നത് തടയപ്പെടും. ഊഖിദു ബിസ്സിനീൻ അങ്ങനെ അവർക്ക് ദാരിദ്ര്യത്തിന്റെ വർഷങ്ങൾ അവരിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതിലെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി നൽകാതിരുന്നാൽ പ്രകൃതിയിൽ തന്നെ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ കുറവുകൾ സംഭവിക്കുന്ന മഴ കുറയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.